സൂത്ര, എൻ്റെ ഒരു അപ്പൂപ്പ വന്നിട്ടുണ്ട്. ദേഷ്യക്കാരനാ. എന്നിട്ട് എവിടെ? ഗുഹയിലിരുത്തിയിരിക്കുക. എപ്പോഴും അടുത്ത് ആരെങ്കിലും വേണം. അപ്പൂപ്പ ഏത് നേരത്ത് എന്തെങ്കിലും ചോദിക്കും, കിട്ടില്ലേ ചൂടാവും. അത് ശരി. എന്നിട്ടാണോ താൻ ഇങ്ങോട്ട് വന്നത്? അപ്പൂപ്പനെ ഒറ്റയ്ക്കല്ലേ? അല്ലെന്നേ, കൃത്യസമയത്ത് എൻ്റെ ഒരു അമ്മാവൻ്റെ മോൻ വന്നു. അവനെ അപ്പൂപ്പന് കൂട്ടിലിരുത്തി. കൂട്ടിനിരുത്തി. പിന്നെ പിള്ളേരാണെങ്കിൽ അപ്പൂപ്പൻ്റെ ദേഷ്യം കുറവാ. എങ്ങനെ? അതാരാ? ഓ, അത് അവനാണല്ലോ. എടാ, അപ്പൂപ്പൻ ഒറ്റയ്ക്കല്ലേ? അത് കുഴപ്പമില്ല, എന്നോട് പൊയ്ക്കോളാൻ പറഞ്ഞിട്ടാ. അപ്പൂപ്പന് ആവശ്യം പറഞ്ഞു, ഞാൻ ചെയ്തു കൊടുത്തു. അപ്പോൾ എന്നോട് പൊയ്ക്കോളാൻ പറഞ്ഞു. ഇനി ആവശ്യം വന്നാലോ? ഇനി ചോദിക്കില്ല എന്ന് പറഞ്ഞു. നീ എന്താ ചെയ്തു കൊടുത്തത്? അപ്പൂപ്പൻ മരച്ചുവട്ടിൽ റെസ്റ്റ് എടുക്കുന്ന നേരത്ത് ഒരു കല്ല് കാണിച്ച് അതിൽ തല വെക്കണം എന്ന് പറഞ്ഞു. ഓ, തലയട. അപ്പോൾ ഞാൻ ആ കല്ലിൽ തല വെച്ചു. അപ്പൂപ്പൻ അത് കണ്ട് ചൂടായി. എടാ, നിന്റെ തലയിലല്ല, എൻ്റെ തലയിൽ കൊണ്ടുവയ്ക്ക്. ഞാൻ അപ്പൂപ്പനെ കല്ലിൻ്റെ അടുത്തേക്ക് വലിച്ചിഴിച്ചു. അപ്പോഴും അപ്പൂപ്പൻ ചൂടായി. എടാ, എന്നെ വലിക്കാതെ കല്ലിങ്ങോട്ട് കൊണ്ടുപോടാം. അന്നേരം ഞാൻ അപ്പൂപ്പൻ്റെ കല്ല് തലയിൽ വെക്കാൻ നോക്കി. എടാ, അയ്യോ, തലയുടെ മുകളിലല്ല, തല കല്ലിന് മുകളിൽ വരണം. ഓഹോ, ഞാൻ എങ്ങനെ ചെയ്തു? അപ്പോഴേ പൊയ്ക്കളഞ്ഞ് പറഞ്ഞത്. ശരിയോട് വരാൻ പറ എന്ന് പറഞ്ഞു. എന്താണ് അപ്പോൾ കാര്യം? കല്ല് കൃത്യം തലയുടെ താഴെയാണ് വെച്ചിരിക്കുന്നത്. വൈദ്യരെ, കാലിന് വേദന. എപ്പോഴാണ് തുടങ്ങിയത്? ഇന്നലെ ബബ്ബനാന സൂത്രനെ തലേനെ ഓടിച്ചു. ഞാൻ സൂത്രൻ്റെ കൂടെ ഉണ്ടായിരുന്നുകൊണ്ട് എന്നെ ഓടിച്ചു. 5-6 റൗണ്ട് ഓടി. അപ്പോഴാണ് വേദന തുടങ്ങിയത്. കല്ലും മുള്ളുമൊക്കെ കുറേ ചവിട്ടി ഓടിയല്ലേ? ഓടുന്ന തിരക്കിൽ കല്ലാണോ മുള്ളാണോ എന്ന് ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ഓ, ഇൻഫെക്ഷൻ ആയിരിക്കും, സാരമില്ല. ഇൻസ്പെക്ഷൻ എങ്ങനെ മാറും? ഇൻസ്പെക്ഷൻ അല്ല, ഇൻഫെക്ഷൻ ആണ് ബാധ. ഓ, ആ ബാധയൊന്നും ഒഴിപ്പിക്കാൻ മരുന്നുണ്ടോ ഇതിരെ? മരുന്നൊന്നും വേണ്ട. കാൽ മണ്ണ് കൊണ്ട് പുതച്ച് 2 മണിക്കൂർ ഇരിക്കണം. അതെങ്ങനെ പുതയ്ക്കും? കാൽ മണ്ണ് കൊണ്ട് മൊടിയിരിക്കണം എന്നാ ഉദ്ദേശിച്ചത്. എങ്ങനെ മൂടും? എളുപ്പമല്ലേ. മണ്ണ് മാറ്റി കാലിൻ്റെ നീളത്തിൽ ചെറിയൊരു കുഴി ഉണ്ടാക്കുക. കാൽ അതിൽ ഇറക്കി വെച്ച് മണ്ണ് കൊണ്ട് മൂടിയിടുക. വളരെ നിസ്സാരം. 2 മണിക്കൂർ ഇരുന്നാൽ മതി, അതോടെ വേദന മാറും. ഓ, ശരി വൈദ്യരെ. അയ്യോ, തല്ലല്ലേ. ശരി, ഓടിക്കും. പിടിയെ തല്ലാ വരുന്നു. താ വന്നത് നന്നായി. എൻ്റെ കാല് മണ്ണിട്ട് പോടാൻ പറഞ്ഞു. ഇതെന്താ ഇങ്ങനെ? ഇതെന്താ ഇത്? 2 മണിക്കൂർ കഴിഞ്ഞു, പക്ഷെ മണ്ണ് മാറ്റാൻ പറ്റത്തില്ല. എന്നെ കൈ വെടിയിരുന്ന് സൂത്ര. പ്രഭു, നാട്ടിൽ വാര ഇറങ്ങിയത് വാർത്ത പരന്നിരിക്കുന്നു. നാട്ടുകാർ പേടിച്ച് പരക്കം പായുന്നു. പക്ഷെ ആ വാർത്ത തെറ്റാ. സത്യത്തിൽ ഏതോ ഉത്സവത്തിന് പോകുന്ന ആന വണ്ടിയിൽ നിന്ന് ഇറങ്ങിയതാ. ഓ, ശാസ്ത്രമനുസരിച്ച് ഒരു ചായ എന്നതിന് 1 ടീ എന്ന് പറയാം. അതായത് വണ്ടി. താമിണ്ടരുത്. ആന വണ്ടിയിൽ നിന്ന് ഇറങ്ങി എന്ന് കേട്ട് ആന ഇറങ്ങി എന്ന് തിരിച്ചു. ഇതാണ് സംഭവിച്ചത്. ആ വാർത്ത പരന്നു, ആകെ പ്രശ്നമായി. ആരാ വാർത്ത പരത്തിയത്? അത് ഞങ്ങൾ തന്നെയാ. ആരെവിടെ? തെറ്റായ വാർത്ത പ്രചരിപ്പിച്ച് തെറ്റിദ്ധരിപ്പിക്കുന്നത് തെറ്റാണ്. അതുകൊണ്ട് വേഗം കാട്ടിൽ പോയി ഒരു കാട്ടാനെ ഇളക്കി നാട്ടിലേക്ക് ഓടിച്ചു വിടൂ. അങ്ങനെ ആ വാർത്ത കറക്റ്റ് ആവട്ടെ. കുന്തം കള്ളം മോഷ്ടിച്ചു. സ്പെയർ കുന്തം ഇല്ലേ? ഇല്ല, സ്പെയർ കുന്തമാ പോയത്. ഒറിജിനൽ കുന്തം കഴിഞ്ഞ മാസം തന്നെ മോഷ്ടിച്ചിരുന്നു. കഴിഞ്ഞ മാസം ലാൻഡ് ചെയ്ത കളഞ്ഞ മാസം തോറും ഓരോ കുന്തം മോഷ്ടിക്കും. ശാസ്ത്രമനുസരിച്ച് കുന്തവും പന്തവും തമ്മിൽ ചെറിയ മാറ്റമേ ഉള്ളൂ. പന്തം കത്തും, കുന്തം കുത്തും. താൻ മിണ്ടരുത്. വേറെ കുന്തമില്ല, പുതിയ കുന്തം വാങ്ങട്ടെ. വേണ്ട, അതൊക്കെ ഭയങ്കര ചിലവാ. എന്നാൽ പിന്നെ ആ കുന്ത കളഞ്ഞ് പിടിക്കട്ടെ. വരട്ടെ, ഇപ്പം വേണ്ട. 2 മാസം കഴിഞ്ഞ് കുന്ത കളഞ്ഞ് പിടിച്ചാൽ മതി. കള്ളനെ പിടിച്ചാൽ അവൻ മോഷ്ടിച്ച കുന്തങ്ങൾ കിട്ടുമല്ലോ. 2 മാസം കൂടി കഴിഞ്ഞാൽ 2 കുന്തം കൂടി അവൻ മോഷ്ടിക്കും. അതും കൂടി കിട്ടിയാൽ നമുക്ക് ആവശ്യത്തിന് സ്പെയർ കുന്തമാവും. സബാഷ്, ബലേ രാജേഷ്, ബലേ. എന്താ തനിക്കൊരു ക്ഷീണം? ഉറക്കം ശരിയായില്ല. വീടിനടുത്തൊരു കോഴിയുണ്ട്. വെളുപ്പിനെ കൂവും. ചെവി പൊട്ടുന്ന ശബ്ദമാ. കേട്ടാൽ ഞെട്ടി ഉണരും, പിന്നെ ഉറക്കം വരില്ല. കോഴിയുടെ ശബ്ദം കുറയ്ക്കാൻ മരുന്നുണ്ട്. ആരെവിടെ? കൊട്ടാരം വൈദ്യനെ വിളിക്കൂ. മരുന്നുണ്ട്. വെളുപ്പിനെ കരഞ്ഞാൽ ഉടനെ അത് കൊടുക്കണം, ശബ്ദം കുറയും. 1 മാസം കൊടുക്കണം. മുടങ്ങിയാൽ ശബ്ദം തിരിച്ചു വരും, പിന്നെ മാറ്റാൻ പറ്റില്ല. ശാസ്ത്രമനുസരിച്ച് കോഴിക്ക് വെളുപ്പിന് മരുന്ന് കൊടുത്താൽ കോഴിയുടെ വെളുപ്പ് നിറം കൂടും എന്നാണ്. താമിണ്ടരുത്. ഇയാളുടെ ആരെങ്കിലും ചോദിച്ചപ്പോൾ. നാളെ മുതൽ കോഴിക്ക് മരുന്ന് കൊടുത്ത് തുടങ്ങാം. 1 ആഴ്ച കഴിഞ്ഞ്. ക്ഷീണം വീണ്ടും കൂടുതലാണല്ലോ. മരുന്ന് മുടങ്ങി പ്രഭു. കോഴിയുടെ ശബ്ദം ഇരട്ടിയായി. മരുന്ന് കൊടുത്തപ്പോൾ ശബ്ദം കുറഞ്ഞതാ. പക്ഷേ ശബ്ദം കുറഞ്ഞപ്പോൾ മരുന്ന് കൊടുക്കാൻ പറ്റാതായി. അതെന്താ? അല്ല, കോഴിയുടെ കരച്ചിൽ കേട്ടാൽ ഞാൻ ഉണരൂ. ഉണർന്നാലേ മരുന്ന് എടുക്കാൻ പറ്റൂ. ഇപ്പോൾ സുഖം ഉറക്കാണ്.